ഹലോ മാത്യു, അറിഞ്ഞായിരുന്നല്ലോ ഇന്ന് രാവിലെ 11:30 ചർച്ചിൽ വെച്ചാണ് കല്യാണം. മറക്കരുത്. സമയത്ത് എത്തണം കേട്ടോ. ഞാനിവിടെ അമ്പിളിക്കുട്ടൻസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ഇല്ലേ, അവിടെ വന്നതാ. പുള്ളിക്കാരൻ്റെ കൂടെ മേക്കപ്പ് ചെയ്തിട്ട് കയറാന്ന് വിചാരിച്ചു. ചെറിയ ടച്ചപ്പേ ഉള്ളൂ, പെട്ടെന്ന് വരും. ഓക്കെ ഓക്കെ, ശരി ശരി. ഈ അമ്പിളിക്കുട്ടൻ എവിടെ പോയി? എന്നെ രാവിലെ വരാൻ പറഞ്ഞു, നീ ഇവിടെ പോയത്? അണ്ണന്റെ കല്യാണമല്ലേ, അണ്ണന് വേണ്ടി അമ്പലത്തിൽ പോയി. എനിക്ക് വേണ്ടിയാ? ഏഹോണ്ട് എന്റെ അടുത്ത് അർച്ചന കഴിപ്പിച്ച്, പുഷ്പാഞ്ജലി കഴിപ്പിച്ച്, കടുംപായസം കഴിപ്പിച്ച്. എന്നിട്ട് അതോടെ പ്രസാദം അതൊക്കെ ഞാൻ കഴിച്ചു. ചന്ദനം എന്താ? ചന്ദനവും കഴിച്ചു. ചന്ദനം കഴിച്ചാ? ഭയങ്കര വിശപ്പായിരുന്നു. കിഴങ്ങ് അത് രണ്ടെണ്ണം താണ. എന്തോന്ന് ഇപ്പൊ പറഞ്ഞു കിഴങ്ങ്? നിന്നെ വിളിച്ചത് കിഴങ്ങെന്ന്? കിഴങ്ങൊന്നും വിളിക്കരുത്. എന്ത് വിശന്നാ ചിലപ്പോ എന്നെ ഞാൻ തന്നെ എടുത്ത് തിന്നളെ. നീ വരാൻ താമസിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ പോണത്. ഒരു പ്രശ്നം നടന്ന് അറിഞ്ഞില്ലേ? നമ്മളവിടുത്തെ റെയിൽവേ ക്രോസ് ഇല്ലേ, അത് അടയ്ക്കാൻ പറഞ്ഞു അതിന്റെ ഗേറ്റ്. അങ്ങനെ ജീപ്പും ട്രെയിനുമായിട്ട് കൂട്ടിയിടിച്ചു. ആരാ ജീപ്പ്? ജീപ്പ് രവി മുതലാളിയുടെ. പക്ഷെ ട്രെയിൻ ആരാ എന്നൊരു പിടി. കസേര തിരിയൂലേ? അത് കണ്ണാടിയുടെ നേരെയല്ലേ കസേരയുടെ? അബദ്ധം പറ്റി. ആ കസേര വെച്ചതിന് ശേഷമാണ് കണ്ണാടി വിറ്റിയത്. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഫേഷ്യലിംഗ് വേണ്ട. ഫേഷ്യൽ ഏതൊക്കെ ഉണ്ട്? ഫേഷ്യല് മറ്റേ ചേന ഫേഷ്യല്, പാവയ്ക്ക ഫേഷ്യല്, ചൊറിയൻ ചമ്പ് ഫേഷ്യല്, പടവലിങ്ങ ഫേഷ്യല്. സാധാരണ ഈ സലൂണിലൊക്കെ മറ്റേ ഇത് ഫ്രൂട്ട് ഫേഷ്യൽ അല്ലേ? അത് സാധാരണ സലൂൺ, ഇത് അസാധാരണ സലൂൺ. പിന്നെ ഒരു വെറൈറ്റി ഫേഷ്യൽ ഉണ്ട്, ചൊറിയണം ഫേഷ്യൽ. ചൊറിയൂലേ? എന്തിന്? നമ്മൾ ആദ്യം ചൊറിയണത്തിന് ഒന്ന് ചൊറിയണം, പിന്നെ തിരിച്ചു ചൊറിയാൻ നിൽക്കില്ല. എന്തെങ്കിലും ചെയ്യൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണേ. എല്ലാം. പിന്നെ ഒരു കാര്യം ആദ്യം കാണിച്ചിരുന്നു നിനക്ക്. ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ അവളെ 3 മാസം പെണ്ണ് കാണാൻ പോയപ്പോഴേ അവിടെ വെച്ചെടുത്ത ഫോട്ടോയാണ്. അത് കൊള്ളാം. നാച്ചുറൽ ലുക്ക് വേണം. ഇതുലാക്കണം. നാച്ചുറൽ ലുക്ക് അറിയണം. മേക്കപ്പ് ചെയ്ത് അറിയരുത്. സെയിം ഇതുപോലെ നീ അത് വെച്ചോ. ലണ്ടൻ രാജ്ഞി വിളിക്കുന്നു. ലണ്ടൻ രാജ്ഞിയാ? അവരോട്ടൊക്കെ വേണ്ട. ലണ്ടൻ രാജ്ഞി. എടാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേരാണ് ലിൻഡ എൻ രാജ്. മനസ്സിലായി. നോർമലായിട്ട് ചെയ്യുള്ളൂ, അധികം ചെയ്യില്ല. ആള് മിടുക്കനല്ലേ? ഓക്കെ പേടിക്കണ്ട. സമയത്തെത്തും. ഓക്കെ മോളൂ. പെട്ടെന്ന് മുടി അതേപോലെ ആക്കണേ. സെയിം അതേപോലെ. പിന്നെ എത്ര മണിക്ക് കെട്ട്? 11:30. 11:30. അതിന് മുമ്പ് നമുക്ക് സെറ്റ് ചെയ്യില്ല. പിന്നെ മുടി ചെറുതാക്കണോ? മുടി വലുതാക്കാൻ നിനക്ക് പറ്റുമോ? ഇല്ല, അപ്പൊ ചെറുതാക്കി. പിന്നെ മറ്റേ ഇത് വേണോ? ബൈക്ക് വെക്കണോ? ബൈക്കാ? മുടി ഇങ്ങനെ വേണ്ട. അണ്ണന്റെ കല്യാണം വരെ ആയില്ലേ അണ്ണ? സങ്കടമല്ല, നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ. ഇതൊന്ന് പഴയ കാര്യം. ഞാനും അണ്ണനും ഒരുമിച്ച് കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പം. ഞാനും നീ കൂടെ കോളേജില്? സ്കൂളില് ട്യൂട്ടോറിയല് ഞാനും നീ കൂടെ. മുഹൂർത്തം എത്ര മണിക്ക്? ആവശ്യമില്ല. റോഡ് നോക്കിക്കൊണ്ടിരിക്കണം അല്ലേ അണ്ണാ? പിന്നെ അണ്ട ഈ ഒന്ന് പൂരിപ്പിച്ചിട്ട് വന്ന. എന്തോന്നത്? ഇതൊരു അപേക്ഷ ബാങ്കിൽ കൊടുക്കാൻ. ബാങ്കിൽ കൊടുക്കാനാ? ഒരുത്തം വന്ന് പൂരിപ്പിച്ച് മൊത്തം ആക്കില്ല, കളഞ്ഞിട്ട്. മൊത്തം ആയല്ല? ഇല്ലില്ല, ആദ്യം ഇതൊക്കെ ഉണ്ട്. ഇത് ഇംഗ്ലീഷ് എനിക്ക് അറിഞ്ഞൂടാ. നീ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. പിന്നെ സ്പൗസ് എങ്ങനെ വെക്കും? എങ്ങനെ വെക്കുന്ന വെച്ചാൽ നമുക്ക് തേങ്ങയൊക്കെ വറുത്തരച്ച്. എന്തോന്ന് സ്പൗസ്? എന്തോ സ്പൗസ് എന്ന് പറയുന്നത് ഭാര്യയുടെ പേര്. അത് വെക്കാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞില്ലല്ലോ. ഇല്ല. അപ്പൊ എന്നെ ഒന്ന് വെക്കാം. നിങ്ങൾ എന്റെ ഭാര്യ? കല്യാണ സമയത്താണ് നീ വേറെ കൊണ്ടുവരുന്നത്. അത്യാവശ്യത്തിന് ലോണ്? അണ്ണാ, എനിക്ക് ഇവിടെ കുറച്ച് ഇത് കസേരയും മേശയൊക്കെ. ഞാൻ വന്ന് കണ്ടപ്പോഴേ വിചാരിച്ചടാ വുഡൻ ഫർണിച്ചർ വേണം. ഉടൻ കിട്ടത്തില്ല. നമ്മള് ലോണൊക്കെ അപേക്ഷ കൊടുത്ത് അവര് നോക്കി എന്നിട്ടൊക്കെ കിട്ടും. ഉടൻ കിട്ടില്ല. തടിയിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും വേണോന്നും? വീട്ടിൽ തടിയുള്ള എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ തടിയുള്ളതുണ്ട്. മുറിച്ച് വെക്കാം. അച്ഛൻ സമ്മതിക്കൂല. വീട്ടിലാകെ തടിയുള്ളത് ചേട്ടനാണ്. തേക്കുണ്ട്. തേക്കിനൊക്കെ നല്ല കാശാണ്. പിന്നെ മറ്റേ ഇതുണ്ട്, ഹണീബി. ഹണീബിയാ? തീപ്പെട്ടി കമ്പൊക്കെ ഉണ്ടാക്കുന്ന ഹണീബി. അത് മഹാഗണി. മുറിച്ച് വെക്കാം, നല്ല കാശാണ്. പിന്നെ രക്തചന്ദനമുണ്ട്. രക്തചന്ദനം അതൊക്കെ വലിയ കേസാവുന്ന സംഭവമാണ്. നമ്മുടെതാണെങ്കിലും വലിയ വിഷയമാണ്. പക്ഷെ ആരും അറിയാതെ കൊടുക്കാൻ നമുക്ക് ഡീൽ ചെയ്യാൻ ഒരാളുണ്ട്. എവിടെ നിൽക്കുന്നത്? ഇത് അമ്മൂമ്മേരെ ഇരിപ്പുണ്ട്. അമ്മൂമ്മേരെ ഇരിപ്പുണ്ടാ? 90 വയസ്സുള്ള അമ്മൂമ്മ യൗവനം നിലനിർത്താൻ വേണ്ടി മുഖത്തരച്ചിരുന്ന ഒരു കട്ട രക്തചന്ദനം. 2 ചപ്പറ കട്ടിലും കൂടെ ഉണ്ടാക്കാം. ചെയ്ത് റെഡിയാക്കും. അണ്ണ കയറി ഇരിക്കാൻ. പിന്നെ അണ്ണാ, കല്യാണമൊക്കെ കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഹണിമൂണിന് പോകും. എവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഊട്ടി, കൊടൈക്കനാൽ. അതൊക്കെ എല്ലാരും പോകുന്നു. അവിടെ ഭയങ്കര തണുപ്പ്. അവിടെ ആരും ഇരിക്കുന്നു? അവിടെ ആരും ഇരിക്കാറില്ല, അതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ പോണത്. എന്നോട് കൊണ്ടുപോണ
എടാ ഞങ്ങൾ നടുക്കിരുത്തി കൊണ്ടുപോവാ. അല്ല ഞാൻ ബോട്ടിലൊന്നും കയറിയിട്ടില്ല അതാ. പിന്നെ അല്ലെങ്കിൽ എവിടെയാണ് ആരെങ്കിലും കേട്ടണത്? അതും ശരിയാ. എടാ ഒരു കാര്യം ചെയ്യും, നിനക്ക് അത്രയ്ക്ക് ബോട്ടിൽ കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വേളിയിൽ പോയാൽ. ഓ എനിക്ക് പേടിയാണ്. എന്തോന്നു? എന്റെ തീ തുപ്പുന്ന പേടി. അത് വ്യാളി. ട്രങ്കൺ. തിരുവനന്തപുരത്തുള്ള സ്ഥലമാണ് വേളി. അവിടെ പോയാൽ നീ ഒരു കാര്യം ചെയ്യും, സൈക്കിളിൽ പോയാൽ നിന്റെ സൈക്കിൾ അച്ഛൻ തരൂല. സൈക്കിള് ഒരു ദിവസം ഞാൻ സിനിമയ്ക്ക് എടുത്തോണ്ട് പോയി. എന്നിട്ട് അമ്പലക്കുളത്തിന്റെ അവിടെ എത്തിയപ്പോ എനിക്ക് ക്ഷീണം വന്നു. ഞാൻ സൈക്കിൾ അവിടെ വെച്ചിട്ട് ബസ്സിൽ കയറി സിനിമയ്ക്ക് പോയി. തിരിച്ചു വന്നപ്പം കുളത്തിലോട്ടോ ഫയർഫോഴ്സ് അച്ഛന്റെ ഡെഡ് ബോഡി തപ്പുന്നു. അച്ഛൻ വെള്ളത്തിൽ പോയി വിചാരിച്ചല്ലേ? അച്ഛൻ എവിടെ പോയി? അച്ഛനാണ് തപ്പാൻ നേതൃത്വം കൊടുക്കുന്നത് അച്ഛന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടി. നിന്റെ തെറ്റോ നിന്റെ അച്ഛന്റെ തെറ്റോ അല്ല, നിന്റെ അപ്പൻ ചെയ്ത തെറ്റാണ്. പരമ്പരാഗതമായുള്ള തെറ്റാണ് ആവർത്തിച്ചു വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ടാങ്കിലുള്ള വെള്ളമല്ലേ പൈപ്പിൽ വരും. അത്രേ ഉള്ളൂ. ശരി ശരി. എടാ പിന്നെ എന്റെ പെണ്ണ് ഞാൻ കെട്ടുന്നതിന് മുന്നേ സ്നേഹിച്ച സമയത്തെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഒരു പേടി, കല്യാണം കഴിയുമ്പോൾ ബർത്ത്ഡേ ഡേറ്റ് ഞാൻ മറന്നു പോകുന്നു. അയ്യോ ഒരിക്കലും നമ്മൾ ഭാര്യയുടെ ബർത്ത്ഡേയുടെ ഡേറ്റ് മറക്കരുത്. അഥവാ മറന്നാലാ? ഒരു വട്ടം മറന്നാൽ പിന്നെ ജമ്മത്തെ മറക്കൂല. നമ്മൾ ചെറിയ കാര്യം മതി. ഇപ്പോഴത്തെ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസത്തിലാണ് പലതും കലയുണ്ട്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുമെന്നൊക്കെ ഒരു അതൊരു വേറെ. എന്റെ ചേട്ടനുണ്ട് 10 വർഷം കല്യാണം കഴിക്കും. ഇതുവരെ ചേട്ടത്തിയായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതെന്താ അങ്ങനെ? ചേട്ടൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലേ വ്യത്യാസം വരത്തുള്ളൂ. അച്ഛനാക്കാനൊക്കില്ല, മിണ്ടത്തില്ല. എടാ നിന്റെ ഇപ്പൊ ഈ കടയിൽ നീ ടാറ്റു അടിക്കുന്നുണ്ടാ? ടാറ്റു അടിക്കും. ഇവിടെ ഉണ്ട് ടാറ്റു. നീ ഒരു പയ്യനെ ടാറ്റു അടിച്ചു കൊടുത്തത് കണ്ട്, കൈ മുഴുവനും ടാറ്റു. അത് അവൻ ഇവിടെ ടാറ്റു അടിക്കാൻ വന്നതാണ്. അവന്റെ പേരെന്താന്നറിയാമോ? ഋഷികേഷ്. ഞാൻ എഴുതും തെറ്റും വെട്ടും, എഴുതും തെറ്റും വെട്ടും, എഴുതും തെറ്റും വെട്ടും. അവൻ ഇവിടം വരെ ആയി. എങ്ങനെയാ വിശ്വസിച്ച് ആരെങ്കിലും ഒന്ന് ടാറ്റു അടിക്കാതിരിക്കുന്നത്? എന്തായാലും നീ പെട്ടെന്ന് റെഡിയാക്കാം. പിന്നെ നീ അമൃത ടിവിയിൽ നേരത്തെ വർക്ക് ചെയ്തോണ്ടിരുന്ന കിറ്റ് കളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അമൃത ടിവിയിൽ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്കുള്ള കഴിവുണ്ടോ? ഞാൻ മോഹൻലാലിന്റെ ഫിഗർ ഒക്കെ ചെയ്യൂടാ. മോഹൻലാലിന്റെ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി തരും. ചെയ്താ നോക്കട്ടെ. മോഹൻലാലിന്റെ മറ്റേ ഒരു കണ്ണാടി ഉണ്ടായി. എടാ മറ്റേ എമ്പുരാനില്ല, മറ്റേ ഫിഗർ ഇല്ലേ? ഏത് ഫിഗർ? മറ്റേ ഖുറേഷി എബ്ര. നീ എന്തെങ്കിലും ഒരു മ്യൂസിക് ഇട്ടോണേ. ഞാൻ പറ്റേ ഇതാരിത്? ഖുറേഷി എബ്രഹാം. ഇത് ഖുറേഷി എബ്രഹാം. വരുന്നതേ ഉള്ളൂ. മറ്റേ ബാറ്ററി സ്കിറ്റ് കളിക്കാനെങ്കിൽ എന്തിന്റെ അവസരം വാങ്ങിച്ചാ? ബാറ്ററി സ്കിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടംപോലെ പൈസ കിട്ടും. ബാറ്ററി സ്കിറ്റ് അങ്ങനെ പോയി കളിക്കാൻ നോക്കില്ല. പിന്നെ അത് നിയമമുണ്ട്. നമ്മൾ നിയമമൊക്കെ അറിഞ്ഞിരിക്കണം. പറഞ്ഞതാ നിയമം എന്ന് പറഞ്ഞാൽ ഓരോരോ നിയമങ്ങൾ, അതിന്റെ അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും. നീ പറഞ്ഞതല്ല എനിക്ക് അറിയാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി 9 മണിക്ക് കോമഡി മാസ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്തുണ്ട് ബാറ്ററി സ്കിറ്റ്. എന്റെ വീട്ടിൽ വന്നാൽ കാണാം. എടാ ഇന്നാ? എടാ കിഴങ്ങ് ഇന്നല്ല എന്റെ കല്യാണം. ഞാൻ അങ്ങനെ വരും. കല്യാണം 11:30 11:30 തന്നെ. ഇത് രാത്രി 9 മണിക്കെന്ന്. 9 മണിക്കല്ലടാ എന്റെ ആദ്യ രാത്രി. 10 മിനിറ്റ് കൂടുതൽ കളിച്ചാൽ ബാറ്ററിയുടെ ചാർജ് പോകും. പിന്നെ എത്ര കൗണ്ടർ അടിച്ചാലും അങ്ങനെ നിൽക്കും. ഭയങ്കര പാടാ. അവിടെ എങ്ങനെയാണ് സംഭവം? നീ എന്തിനാണ് ഇറങ്ങുന്നത്? എന്തിനാണ് ഞാൻ അവിടെ ഇറങ്ങിയെന്ന് വെച്ചാൽ എന്റെ അടുത്ത് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. ചേച്ചി ഞാനെന്ന് പറഞ്ഞാൽ മരിക്കും. ഇപ്പൊ എന്നെ കൊല്ലാൻ നടക്കുക. പിന്നെ കൊച്ചകിൽ ഞാൻ അവിടെ ഇറങ്ങിയപ്പോ അവന് ഭയങ്കര വിഷമമായിരുന്നു. ഇല്ലേ, അവ ഒറ്റപ്പെട്ടു പോയി. ഞാനും അവനോട് ഒരുമിച്ച് നിന്നോണ്ടല്ലോ. പിന്നെ ആർക്കും ഞങ്ങൾ ഒരു കാര്യത്തിലും തോപ്പിക്കാൻ കളി പറച്ചില്, പിന്നെ രാത്രി പെണ്ണുങ്ങളെ വിളിച്ച് ശല്യം ചെയ്യേക്കാം, പിന്നെ നുണ പറച്ചില്, ഓരോരോ കാര്യങ്ങൾ. വേറെ വെലീന പഠിക്കൽ. അയ്യോ ഞാനെന്ന് പറഞ്ഞാൽ ചാവും. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കാര്യത്തിനും അമ്പിളിക്കുട്ട അമ്പിളിക്കുട്ട അമ്പിളിക്കുട്ട. എന്നെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ടെഡി ബിയർ. അണ്ണാ ഈ ടെഡി ബിയർ എന്ന് പറഞ്ഞാൽ എന്തോ അണ്ണാ? ടെഡി ബിയർ എന്ന് പറഞ്ഞ കരടിക്കുട്ടി. കരടിക്കുട്ടി. ഞാൻ കരടിക്കുട്ടിയാ? അപ്പൊ എന്റെ അച്ഛനാ? കരടി. പിന്നെ നരച്ച അപ്പൂപ്പനാ? ഹിമക്കരടി. കരടിക്കുട്ടിയാ? അവളെ വിളിക്കട്ടെ. ശരിയാക്കി തരാം. എല്ലാ കാര്യം ഉണ്ടായിരുന്നു. അമ്പിളിക്കുട്ടൻ വിളിക്കുന്നു. ഹലോ അമ്പിളിക്കുട്ടാ. ഹലോ. ഹലോ. നീയാണെടി ടെഡി ബിയർ? ഓ താങ്ക് യു. നിന്റെ ഭർത്താവില്ലേടി രോഹിത്? അവന്റെ അടുത്ത് പറ, അവനും ടെഡി ബിയർ ആണെന്ന്. സോ സ്വീറ്റ്. പറയാം. എന്ത് പറഞ്ഞു? ചോദിച്ചിട്ട് പറയാന്ന്. അയ്യോ മെസ്സേജ് വാട്സാപ്പിൽ. ലിൻഡ അവള് മേക്കപ്പ് ചെയ്ത് കണ്ട. ഞാൻ ഇപ്പോഴിങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ഒന്ന് മേക്കപ്പ് ചെയ്താ കണ്ട. എന്ത് സുന്ദരിയല്ലേ ഞാൻ കെട്ടാൻ പോണ പെണ്ണ്. തീരുമാനം എടുക്കാൻ പറ്റിട്ട് ഇതൊന്നും അല്ല സുന്ദരി. നമ്മള് മണ്ഡപത്തിൽ കയറി ഇരിക്കത്തില്ല, താലി കെട്ടാൻ നമ്മളെ ഭാര്യ അടുത്തൊന്നും ഇരിക്കത്തില്ല. അപ്പം ഭാര്യയുടെ മുഖത്തോട്ട് നോക്കണം, എന്നിട്ട് പുറത്തോട്ട് നോക്കണം, ഫ്രണ്ടിൽ അണിഞ്ഞൊരുങ്ങി ഇരിക്കും. അതാണ് സുന്ദരിമാര്. ഒരുപാട് പേർക്ക് അനുഭവം. പെട്ടെന്ന് റെഡിയാക്ക്. കസേരയും കൊണ്ട് തിരിച്ചിട്ട് മുഖം കാണാനും പറ്റൂല. അണ്ണാ മറ്റേ ഇത് പറയണ ഏതാണ്? ഈ വാഴക്കപ്പം വേണോ? വാഴക്കപ്പൊന്നും വേണ്ട. വേണ്ടേ? എടാ മണ്ട പെട്ടെന്ന് ചെയ്താ. വെറുതെ മണ്ടൊന്നും വിളിക്കരുത്. പിന്നെ അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ മണ്ടത്തോടൊക്കെ നിർത്തി. ഇപ്പൊ എന്നെ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബുദ്ധിമാൻ എന്നാണ് പറയുന്നത്. പിന്നെ ഭയങ്കര ബുദ്ധിയാണ്. പെട്ടെന്ന് റെഡിയാക്കേ.
എന്താ കടിച്ചത്? എടാ മുടിയൊക്കെ അതുപോലെ ആക്കി തരണടാ. കളയണ്ട ഭയങ്കര പൈസയാണ്. മുഖമൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും. ആ കണ്ണൊക്കെ ഒന്ന് ടച്ച് ചെയ്യണേ. പെട്ടെന്ന് വേണേ. 11:30 മുഹൂർത്തം. കളിച്ച് നിക്കല്ലേ. ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ട്. എന്തോന്ന് വെറൈറ്റി ആയിട്ട്? കാർബൺ ചാർക്കോൾ ഹൈഡ്രാ ഫേഷ്യൽ. സാധാരണ കടകളിൽ കാർബൺ ഫേഷ്യൽ അല്ലെങ്കിൽ ഹൈഡ്രാ ഫേഷ്യൽ അങ്ങനെയുള്ള സാധനങ്ങളെ കാണുള്ളൂ. അത് സാധാരണ കട, ഇത് അസാധാരണ കട. കേട്ടാ സമയം എടുക്കൂടെ? കുറച്ച് സമയം മതി. നിങ്ങൾ തേക്കുന്നു 11 ഇനി അധിക സമയം. അതുകൊണ്ടാണ് ഇത് തേക്കുന്നു, കഴുകി കളയുന്നു. മുഖം മുടി സെറ്റ് ചെയ്യണതാ. മുടിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് മെഷീൻ ഇരിക്കുകയല്ലേ, കണ്ടില്ലേ? അതല്ല, നീ എന്തെങ്കിലും മറ്റേ ടോപ്പിക് പൗഡർ ഇട്ടാ മതി. വേണ്ടെന്ന്, ഇത് വെച്ചൊരു ഐറ്റം ഉണ്ട്. പിന്നെ റെഡിയാക്കണേ. അടിപൊളിയായിരിക്കും. കാർബൺ ഫേഷ്യൽ. നല്ല രസം. കാണാൻ പറ്റുന്നേ കൊള്ളായിരുന്നു. കാണാൻ പറ്റുന്ന എന്താ കീടിലെ സംഭവം ഇല്ലേ അടിക്കണം. നല്ല അവളെക്കാളും നല്ല തിളങ്ങി നിൽക്കണം. പിന്നെ ഇതങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കഴിവ് മുടി സെറ്റ് ചെയ്യട്ടാ. മുടി തെറ്റി. ഇത് കഴിവണ്ടേ? ഇത് പിന്നെ കഴിവൊന്ന് ആദ്യം നമുക്ക് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഇത് കഴിവ്. ഇതിനൊരു സ്വിച്ച് ഇടണം. എനിക്കൂടെ ഇല്ലെന്ന് സ്വിച്ച് ഇതൊക്കെ അതൊക്കെ മാറുമെന്ന് വലിയ പ്രശ്നമൊന്നും ഇല്ല. കറണ്ട് ഒന്നും അടിക്കില്ല. വേറെ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഒരുപാട് ഇറക്കി ചെയ്തിട്ടുണ്ട്. നിന്റെ കൂട്ടുകാരൻ കുട്ടിയായാലും കൂടെ ചെയ്ത് കൊടുക്കാൻ ഇല്ല, അവൻ അഹങ്കരിക്കും. കേട്ടാ. ഓക്കെ നിർത്തട്ടാ. അടിപൊളിയാണ്. ഇനി സെറ്റായിരിക്കും അല്ലേ? കണ്ണാടി നോക്കണം. ഓക്കെ, കംപ്ലീറ്റ് ആയാ? വേറെ ഒന്നുമില്ലല്ലോ. ഇത് മുഖത്തുള്ള കഴിക്കളണ്ടേ? അത് കഴിവാം. കഴിവന്നാ എപ്പോഴും കഴിവാ? എടാ ഇപ്പൊ പറ്റുമോ? ഓക്കെ ആയാ? ഇനി കണ്ണാടി നോക്കാമോ? താങ്ക്സ്. ഉറപ്പായിട്ട് പരസ്യം കൊടുക്കും. എനിക്ക് പരസ്യം കൊടുത്തില്ല പിന്നെ ആർക്ക് കൊടുക്കും? അനന്തരാകുമ്പോ ഈ പുള്ളി കൊടുക്കും. മുഖം നോക്കുന്ന കണ്ണാടിയാണ്. നിങ്ങളാണത്. ഒരു അബദ്ധം പറ്റി. കാർബൺ മാറിപ്പോയി. ടാറ്റു അടിക്കുന്ന മഷിയായി പോയി. ഇനി കഴുകി കളഞ്ഞാ പോകത്തില്ല. കല്യാണമേ ഒരു 2 മാസത്തേക്കൊന്ന് മാറ്റി വെക്കാൻ പറ്റുമോ? എന്തിന്? നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യാം. ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ചെന്നാൽ മതി. അമ്പലിക്കൂട്ടെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടും കിട്ടും. അല്ല, മാസത്തെ 5 പേർക്ക് ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട്. എന്റെ കല്യാണം തുളച്ച തെണ്ടി. അണ്ണാ ഒരു മിനിറ്റ്.